അങ്ങനെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് ആടുജീവിതം റിലീസാവാൻ പോവുകയാണ്. ആടുജീവിതത്തിന്റെ ഇനീഷ്യൽ തോട്ട് 2009 മുതൽ 2024 സിനിമ റിലീസാവുന്നവരെ അത് കടന്നുപോയ ദുരൂഹമായ സാഹചര്യങ്ങളിൽ നമുക്ക് സംസാരിക്കാം. ഈ സിനിമയുടെ ആശയമായ ബ്ലസ്സി എന്ന സംവിധായകൻ പൃഥ്വിരാജ് എന്ന് നടന്നുകൊണ്ട് പോയി സംസാരിക്കുന്നത് 2009 അന്ന് തന്നെ ബ്ലസ്സിയുടെ വിഷനും ഈ സിനിമയോടുള്ള ആഗ്രഹം വളരെ വലുതായിരുന്നു. അതുകൊണ്ട് പൃഥ്വിരാജ് അദ്ദേഹത്തോട് പറയുകയുണ്ടായി, താങ്കൾക്ക് വേറെ ഭാഷ നടന്നു വെച്ച് വേറെ ഭാഷയിൽ ഈ സിനിമ ഇറക്കിക്കൂടിയെന്ന്. കാരണം അന്യഭാഷാ ചിത്രങ്ങൾ കൂടുതൽ കാശ് ജനറേറ്റ് ചെയ്യാൻ പറ്റുകയും കൂടുതൽ ബഡ്ജറ്റുള്ള പടങ്ങളും ആയിരുന്നു. പക്ഷെ ബ്ലസ്സി ആ ഒരു ആലോചനയിൽ പോയി എങ്കിൽ പോലും തിരിച്ചു വന്ന പൃഥ്വിരാജിനോട് പറയുകയുണ്ടായി, ഇത് നമ്മുടെ നാട്ടിൽ നടന്ന കഥയാണ്, അതായത് കേരളത്തിൽ നടന്ന കഥയാണ്, ഒരു മലയാളിയുടെ കഥയാണ്, നമ്മുടെ നാടിന്റെ കഥയാണ്, അതുകൊണ്ട് ഒരു മലയാളി തന്നെ ഇതിൽ അഭിനയിക്കണമെന്ന്. അങ്ങനെ വളരെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം 2018 സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചു. കുറച്ച് ഭാഗം കേരളത്തിലും 2019 ആദ്യത്തിൽ ജോർഡനിൽ പോയി പടം ഷൂട്ട് ചെയ്യുകയും ചെയ്തു. ആ സമയങ്ങളിൽ പൃഥ്വിരാജിന്റെ വണ്ണമുള്ള പോർഷനായിരുന്നു ഷൂട്ട് ചെയ്തത്. പിന്നെ ഈ സിനിമയുടെ ഭാഗമായിട്ട് പൃഥ്വിരാജിന് വണ്ണം കുറയ്ക്കേണ്ടി വന്നു. പൃഥ്വിരാജിന് ബ്ലസ്സി 8 മാസത്തോളം സമയം വണ്ണം കുറക്കാൻ കൊടുക്കുകയും അദ്ദേഹം 31 കിലോ കുറച്ച് ശരിക്കും മെലിയുകയും ചെയ്തു. അങ്ങനെ സിനിമയുടെ ബാക്കി പത്രം ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ജോർഡാനിലേക്ക് വീണ്ടും പോയി. 2019 അവസാനത്തോടെ നമുക്ക് എല്ലാവർക്കും അറിയാം, കൊറോണ ഈ ലോകത്ത് വ്യാപകമായി തുടങ്ങി. അപ്പോൾ അവർ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ജോർദാനിയൻ പോലീസ് വന്ന് പറഞ്ഞു, താങ്കൾക്ക് ഇനി ഇവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, തിരിച്ചു പോകണമെന്ന്. ഇനി എന്താവും, എന്നായിരിക്കും ഷൂട്ട് തുടങ്ങുക, ഇനി എന്ന് തീർക്കാൻ പറ്റുമെന്നുള്ള അങ്കലാപ്പിൽ അവരെല്ലാവരും ഫ്ലൈറ്റിംഗ് കയറി തിരിച്ച് നാട്ടിലേക്ക് എത്തി. ഇപ്പോഴും ഏറ്റവും ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ പൃഥ്വിരാജിന്റെ ആ മെലിഞ്ഞ ശരീരം കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്. കാരണം അതിൽ ഇനിയും ഷൂട്ട് ചെയ്യാനുണ്ട്, ആ ശരീരം വെച്ച് ഇനിയും ഷൂട്ട് ചെയ്യാനുണ്ട്. ഒരു 1.5 കൊല്ലത്തേക്ക് നമ്മുടെ ലോകം മൊത്തം പൂട്ടിയിട്ട സമയമായിരുന്നു അത്. നമുക്ക് ഈ കാലഘട്ടത്തിൽ പൃഥ്വിരാജ് അഭിനയിച്ച സിനിമ നോക്കിയാൽ കാണാൻ സാധിക്കും, അതായത് അദ്ദേഹം ഒരു മെലിഞ്ഞിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ജനഗണമന നോക്കിയാൽ തന്നെ അദ്ദേഹത്തിന് ശരിക്കും നമുക്ക് മനസ്സിലാവും, നല്ല മെലിഞ്ഞ ഒരു രൂപമായിരുന്നു അദ്ദേഹം വക്കീലായിട്ട് വേഷമിട്ടപ്പോൾ. അദ്ദേഹം ഈ 1.5 കൊല്ലം കഴിഞ്ഞ് ലോകം തുറന്നപ്പോൾ വീണ്ടും ഷൂട്ട് തുടങ്ങി. അവർ അൾജീരിയയിൽ പോയിട്ടൊരു രംഗം ഷൂട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ജോർദാനിൽ എത്തിയിട്ട് ബാക്കി ചിത്രീകരിക്കാനുള്ള ഭാഗങ്ങളും പൂർത്തീകരിച്ചു. 2022 അവർ കേരളത്തിൽ തിരിച്ചെത്തി ആ ഷൂട്ട് പിന്നെ അവസാനിപ്പിക്കുകയുണ്ടായി. അതോടെ പടം പാക്കപ്പായി. പിന്നെ ഒരു 1.5 കൊല്ലത്തോളം പടത്തിന് പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് നടന്നു. അതെല്ലാം കഴിഞ്ഞ് ഇത് അവസാനം 2024 മാർച്ച് മാസം 28 പടം വേൾഡ് വൈഡ് റിലീസാണ്. പല ഭാഷകളിലായിട്ടാണ് പടം റിലീസാവുന്നത്. നമുക്ക് എല്ലാവർക്കും നല്ല പ്രതീക്ഷയുണ്ട്. ഒരു വായനക്കാരൻ എന്ന നിലയിൽ മറ്റുള്ള സിനിമകളേക്കാൾ കൂടുതൽ ഇതെന്നെ ആകർഷിപ്പിക്കുന്നുണ്ട്. എന്തായാലും ബാക്കി ഭാഗം നമുക്ക് തിയേറ്ററിൽ പോയി കാണാം.